എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അമ്മു, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിഷിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ചില ആളുകൾക്ക് അറിയാം നിഷ് എന്താന്ന്, ചില ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല എന്താ നിഷ് എന്നുള്ളത്. നിഷ് 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 എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും എന്താണ് നിഷ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു സീരീസ് ആണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് തന്നെ വെച്ചോളൂ, ചൂടോടെ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിഷിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പല ആളുകൾക്കും നിഷ് എന്താണെന്നുള്ളത് ഇന്നും അറിയത്തില്ല. ചില ആളുകൾക്ക് അറിയാം കേട്ടോ, ഞാൻ എല്ലാവരും പറയുന്നതല്ല. പല ആളുകളും ഉദ്ദേശിച്ചത് പല പുതിയ ആളുകൾക്കും ഇന്ന് പലതും, അതായത് പല കോൺസെപ്റ്റുകളും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നിഷിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ശരിക്കും എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഇതിനകത്ത് ബിസിനസ് എന്താണ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം, ഞാൻ ഏത് ബിസിനസ് എടുക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഓക്കെ, അപ്പൊ നമുക്ക് നിഷിലേക്ക് കിടന്നാലോ. എന്താണ് നിഷ്? നിഷ് 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 ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, പക്ഷെ ശരിക്കും എന്താ നിഷ് എന്ന് അറിയണ്ടേ അല്ലേ. നിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ല, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഗ്രാജുവേഷൻ BBA അതുപോലെ തന്നെ BCom അതുപോലെ തന്നെ MBA ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവൻ നിങ്ങൾ +1 +2 നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും നിഷ് എന്താണെന്നുള്ളത്. അറിയാമോ? അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നാൽ മതി എന്താണ് നിഷ് എന്നുള്ളത്. ശരി, അപ്പൊ നമുക്ക് പറയാം എന്താണ് നിഷ് എന്നുള്ളത്. എന്താണ് നിഷ്? നിഷ് എന്ന് പറയുമ്പം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഏത് സെഗ്മെന്റ് ആണ് എന്നുള്ളതാണ് നിഷ്. അങ്ങനെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് നമുക്ക് ഉടനെ പോയി ചെന്ന് എടുക്കുന്നതല്ല. ശരിക്കും അത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടി വിവരിച്ച് ഞാൻ തരാം. അതായത് ഇപ്പൊ വിസ്കൂളിനെ എടുക്കാം. നമ്മുടെ വിസ്കൂളിന്റെ അപ്സ്കില്ലിംഗ് ആണ് അല്ലേ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, അതിനാണല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ അല്ലെ. നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാകണം. നമ്മൾ എന്തിനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ബിസിനസ്സിൽ നിന്ന് റവന്യൂസ് ജനറേറ്റ് ചെയ്യാനാണ് അല്ലേ. മാക്സിമം റവന്യൂസ്, അതായത് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് വേണം അല്ലേ. പ്രോഫിറ്റിനാണല്ലോ ബിസിനസ് തുടങ്ങുന്നത്. എന്നാലേ ശമ്പളം കൊടുക്കാനായിട്ട് പറ്റൂ അല്ലേ, ബാക്കി കുറെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റൂ. അതിന് ശേഷം വരുന്നത് തന്നെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് ഞാൻ അക്വയർ ചെയ്താൽ മാത്രമേ എൻ്റെ ബിസിനസ് ലാഭമാവത്തുള്ളൂ അല്ലേ. പക്ഷെ 90% ബിസിനസ്സുകളും ഇന്നത്തെ കാലത്ത് അത് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജിയോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് പല ബിസിനസ്സുകളും ഇന്ന് ഫെയിൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബിസിനസ് ഫെയിൽ ആകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ റൺ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് മാക്സിമം നമുക്ക് റവന്യൂസ് ജനറേറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതെങ്ങനെ നമുക്ക് അത് നേടാനായിട്ട് സാധിക്കും? അതിന് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. പ്രോപ്പർ പ്ലാനിങ് വേണം, പ്രോപ്പർ ടീം കോർഡിനേഷൻ വേണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. ഇതെല്ലാം ഒരു ബിസിനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിഷിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഏത് സെഗ്മെന്റ് എടുക്കണം എന്ന് കൺഫ്യൂസ് ആയിട്ടിരിക്കുന്ന ആളുകളാണല്ലേ. അയ്യോ, ഞാനൊരു ആള് ബിസിനസ് തുടങ്ങിയാൽ ഞാൻ ഏത് പ്രോഡക്റ്റ് എടുക്കും അല്ലെങ്കിൽ ഏത് സർവീസ് എടുക്കും, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ടുകളാണ്. പല ആളുകളും ഇന്ന് ബിസിനസ് ഏത് സർവീസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാക്കൽറ്റി ആണ്, ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ എൻ്റെ ബിസിനസ് കറന്റ് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, പല ആളുകളും ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെപ്പോലെ ഇരിക്കും, നിങ്ങളുടെ വിലയിരുത്തലുകൾ പോലൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഫീൽഡിൽ ഒരു 4-5 വർഷമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നോക്കാൻ നേരത്തെ എൻ്റെ കമ്പനി അത്ര നല്ല രീതിയിലല്ല, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട്സുകളൊന്നും വരുന്നില്ല. അവിടെ കുറേ പ്രോബ്ലംസ് ഞാൻ കണ്ടു, ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ അവർ പൊട്ടൻഷ്യൽ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ലേ, പല ആളുകളുടെ അടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയി സംസാരിക്കും ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അവർ പറയും നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട്, നിന്നെ കൊണ്ടല്ലാതെ വേറെ ആർക്കാ എന്നൊക്കെ അവർ പറഞ്ഞ് കുറേ മോട്ടിവേഷൻ ഒക്കെ തരും നമുക്ക് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ അതേ സെഗ്മെന്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് നടക്കുന്നത്. പല ആളുകളും അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ എവിടെയാണോ ജോലി ചെയ്തത് ആ ജോലിയിൽ ഞാൻ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയി, ഞാൻ അതിൽ ഭയങ്കര കിടിലമായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അതേ ഫീൽഡ് തന്നെ എൻ്റെ ഓൺ ബിസിനസ്സിനായിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ശരിക്കും നിങ്ങളൊരു
നിഷ് എടുക്കുമ്പം അതൊക്കെയാണ് പല ബിസിനസ്സുകളും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ഏതെടുക്കണം, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ തുടക്കക്കാരിയാണ്, ഏതെടുക്കും, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഏത് ഫീൽഡ് എടുക്കണം, ഞാൻ ഏത് സെക്ടർ എടുക്കണം, സർവീസ് എടുക്കണോ പ്രോഡക്റ്റ് എടുക്കണോ, പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സർവീസ് ചെയ്തെടുക്കും എന്നൊക്കെയുള്ള ചിന്തകളിലായിരിക്കും. അവിടെയാണ് നമ്മൾ നിഷ് പ്രോപ്പറായിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പം ഈ നിഷിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ് അല്ലേ. ഒരു വലിയ മാർക്കറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ട് ഇറക്കാൻ പോവുകയാണ്, നിങ്ങളുടെ സെഗ്മെന്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ആ സെഗ്മെന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്ട്സ് ആ കസ്റ്റമർ പർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ആണ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. സോ എൻ്റെ കോഴ്സ് ഏതെങ്കിലും കസ്റ്റമർ പൈസ കൊടുത്ത് മേടിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കണം. എന്താണ് അവരുടെ പ്രശ്നം, എന്താണ് അവരെ തടയുന്നത് അത് പർച്ചേസ് ചെയ്യാനായിട്ട്. എല്ലാ പ്രോഡക്ട്സും പെർഫെക്റ്റ് ആവത്തില്ല, എല്ലാ സർവീസും പെർഫെക്റ്റ് ആവത്തില്ല. അതിന് പോസിറ്റീവ് വശങ്ങളും ഉണ്ട്, നെഗറ്റീവ് വശങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കി ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കൊണ്ട് വന്നാൽ മാത്രമേ അവർ പർച്ചേസ് ചെയ്യത്തുള്ളൂ അല്ലേ. അല്ലാതെ പ്രശ്നമായിട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്ത് മേടിക്കുവോ, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതലായിട്ട് പോവോ? ഇല്ല. അപ്പം നിങ്ങൾ ആദ്യം ഒരു നിഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ആളുകൾ പർച്ചേസ് ചെയ്യുമോ എന്ന് നോക്കുക, അവരുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ രണ്ട് കാര്യങ്ങളുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്രോഡാണ് മാർക്കറ്റ്. ഈ ബ്രോഡ് മാർക്കറ്റിനെയാണ് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള യോഗ ട്രെയിനിങ് ആണ്, പോസ്റ്റ് പാർട്ടം ബേസിസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ്, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ, യോഗ ട്രെയിനിങ് ആണ് പോസ്റ്റ് പാർട്ടം അഫക്റ്റ് ചെയ്തിട്ടുള്ള വുമൻസിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങനൊരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനത്തെ യോഗ സെഷൻസ് ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ ഓഡിയൻസ് ആരായിരിക്കും? പ്രസവം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡെലിവറി ആകാൻ നിൽക്കുന്ന ആളുകൾ. അവർ നേരിടുന്ന കുറേ പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് ഉണ്ട്, പ്രഗ്നൻസി കഴിയുമ്പം നേരിടുന്ന കുറേ പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ അവരെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ യോഗാസും ട്രെയിനിങ് സെഷൻസും ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പം ഈവൻ തൃശ്ശൂർ ജില്ല ആകുമ്പോഴത്തേക്കും തൃശ്ശൂരിലുള്ള ആളുകളായിരിക്കും അല്ലേ. ഓൺലൈൻ സെഷൻസ് ആണെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ ആകാം, ചിലപ്പോൾ ഓൾ കേരള ആകാം, ചിലപ്പം ഓൾ വേൾഡ് ആകാം. അത് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ കാറ്റഗറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് തീരുമാനിക്കണം, ആരാണ് എൻ്റെ സാധനം പർച്ചേസ് ചെയ്യാൻ വരുന്നത്. ഞാൻ ഇത് വിൽക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇനി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ഈ സെഗ്മെന്റിൽ, ആദ്യം അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ. അതിനുശേഷമാണ് ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ ഈ സാധനം മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വരാൻ പറ്റൂ. അതിനുശേഷം മാത്രമേ എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എനിക്ക് മാർക്കറ്റിലേക്ക് ആ പ്രോഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം എനിക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതായത് ആ ഒരു നിഷിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാര്യം ആരും മേടിക്കത്തില്ല. ഞാൻ നോക്കുമ്പം എൻ്റെ പ്രോഡക്റ്റിന് സൊല്യൂഷൻ വരുന്നില്ല, എനിക്ക് അവരുടെ പ്രോബ്ലംസ് എനിക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, അത് ഫ്ലോപ്പായി. രണ്ട് ആളുകൾ ഞാൻ ആലോചിക്കുമ്പം അവർ അത് പേ ചെയ്യാൻ റെഡി അല്ല എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുകയാണ് ആ ഒരു സെഗ്മെന്റ്. അപ്പോൾ പേ ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഒരു സെഗ്മെന്റ് ബിസിനസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സോ ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ഏത് സെഗ്മെന്റ് വേണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ഈ ക്വസ്റ്റ്യൻസിൽ വേണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? ഡൗട്ടുകളൊന്നുമില്ലല്ലോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്, നിഷ് ചൂസ് ചെയ്യുമ്പോഴുള്ള
2 റീസൺസ് ആണ് ഞാൻ പറഞ്ഞത് അല്ലേ. നിങ്ങൾ നിഷ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ നിഷ് ചൂസ് ചെയ്യാനായിട്ടല്ല. ഇനി നിഷിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു അല്ലെ, ബ്രോഡായിട്ടുള്ള മാർക്കറ്റാണ്, അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഓഫ് നിഷാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിലേറ്റഡ്, കേരളത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈൻ യോഗ സെഷൻസ് വെക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇതിനെ കുറച്ചും കൂടി ഒന്ന് ചുരുക്കണം. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, മൈക്രോ നിഷിലേക്ക് ആക്കാം. കേരളം എന്നുള്ളത് മാറി ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പം എനിക്ക് അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി എനിക്ക് അതനുസരിച്ചിട്ട് എൻ്റെ ബിസിനസ്സിന് അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിനെ കുറച്ചുകൂടി പിന്നീടാണെങ്കിൽ മൈക്രോ നിഷിൽ നിന്നും കുറച്ചുകൂടി ബ്രോഡ് നിഷിലേക്ക് പോയി എനിക്ക് അങ്ങനെ പതുക്കെ എക്സ്പാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കൃത്യമായിട്ട് നിങ്ങളത് ഐഡന്റിഫൈ ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആ നിഷിൽ നിങ്ങൾ അതിൻ്റെ പോസിബിലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോസിബിലിറ്റീസ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിഷിന്റെ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആളുകൾക്ക് കൂടുതൽ ട്രസ്റ്റ് തോന്നും. ഇപ്പം നിങ്ങൾ മൈക്രോ നിഷ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു സെഗ്മെന്റ് ഓഫ് ഓഡിയൻസിലേക്കാണ്. ഞാൻ ഈ പറഞ്ഞ 2 റീസൺസും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അതിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് തോന്നുകയാണ് അല്ലെ. ട്രസ്റ്റ് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസിന്റെ സെയിൽസ് കൂടും അല്ലെ. എങ്ങനെ സെയിൽസ് കൂടും? ആളുകൾക്ക് ട്രസ്റ്റ് വരുമ്പോഴത്തേക്കും അവർ മൗത്ത് പബ്ലിസിറ്റി നടത്താറുണ്ട്, അവർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാറുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. സോ ട്രസ്റ്റ്, ഏതൊരു ബിസിനസ്സിനും ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പോൾ ആ ട്രസ്റ്റ് കൊണ്ടുവരേണ്ടേ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും നിഷ് തിരഞ്ഞെടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫ്രെയിം വർക്കാണ്. നമ്മൾ നിഷിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രെയിം വർക്ക് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രെയിം വർക്ക്. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് ഫ്രെയിം വർക്കിൽ പറയുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് സ്പോട്ടിനെ പറ്റിയിട്ടാണ്, ആ ഒരു ഫ്രെയിം വർക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലേ, പല ആളുകളും ഇത് ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ അവരെന്ത് ചെയ്യാണ്, സ്വന്തമായിട്ട് ആ ഒരു രീതിയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ കുറച്ചുകൂടി അവർക്ക് കൂടുതൽ കാര്യം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ബിസിനസ്സിൽ വർക്ക് ചെയ്തു, ഞാൻ ആ ഫീൽഡിൽ ഞാൻ നല്ല എക്സ്പേർട്ടാണ്, എനിക്കതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് നോക്കാൻ നേരത്തെ ഓക്കെ ഇതിൽ നിന്നൊന്നും നേടാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, എന്നെ കൊണ്ട് ഇതിനേക്കാളും ബെറ്റർ ആക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് എൻ്റെ പാഷനാണ് അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് കമ്പയറിങ് ടു ബാക്കിയുള്ള സ്കിൽസ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ലെക്ചറിങ്ങില്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ എന്ത് ചെയ്യാണ്, ടീച്ചിങ്ങിലേക്ക് പോവും അല്ലെങ്കിൽ ട്രെയിനർ ഫീൽഡിലേക്ക് പോവും. അപ്പം ഞാൻ നോക്കുന്നത് അതെൻ്റെ പാഷനാണ്, ടീച്ചിങ് എൻ്റെ പാഷനാണ്. സോ ഞാൻ എൻ്റെ പാഷനായിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ കംഫർട്ടാണ് എൻ്റെ പാഷനിൽ അല്ലേ. ഓൾറെഡി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 2 ഞാൻ കംഫർട്ടാണ് എൻ്റെ പാഷനിൽ. സോ ഡെഫിനറ്റ്ലി ഞാൻ അതെടുക്കുന്നതല്ലേ നല്ലത്. പുതിയതായിട്ടൊരു സെഗ്മെന്റ് ഞാൻ കണ്ടുപിടിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഫ്രഷേഴ്സ് പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ എൻ്റെ കോളേജിലെ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ ബാക്ക് സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ആ സമയത്ത് എനിക്ക് പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ഏതെങ്കിലും കമ്പനിയിലൊക്കെ കിട്ടുമോ, ഞാനൊരു ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരാളാണ്, 10 പേരുടെ മുന്നിൽ സംസാരിക്കാൻ മടിയുള്ള ആളാണ്. അപ്പം നാളെ ഞാൻ ഈ പറഞ്ഞ കണക്കൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, അവിടെ ഉള്ളവരെ മീറ്റിംഗ്സ് വെച്ച് വേണ്ടി എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളിലും ഞാൻ എൻ്റെ PG കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പല സമയത്തും സ്കൂളുകളിലും കോളേജസിലും ഒക്കെ സെമിനാറുകൾ നടത്തുന്ന സമയത്ത് അപ്പോഴെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക പൊട്ട തെറ്റുകളൊക്കെ ആയിരിക്കും വിളിച്ച് പറയുന്നത്. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കൈയും കാലും ഒക്കെ തണുക്കുക, വിറയ്ക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികൾ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്കറിയാം വീഡിയോ കാണുന്ന പലർക്കും ഇന്ന് ഉണ്ടായിരിക്കും. ഞാൻ ഫ്രഷേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ അല്ല. അതിൽ നിന്നുമൊക്കെ കൂടുതലും ഞാനതൊന്ന് റിക്കവറായി വന്നത് എൻ്റെ ഫസ്റ്റ് ജോബിൽ നിന്ന് തന്നെയാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, കുറേ ആളുകളുടെ കൂടെ എനിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി, ട്രെയിനിങ്സ് നല്ല നല്ല ട്രെയിനിങ്ങുകൾ എനിക്ക് കിട്ടി. അതുവഴി ഞാൻ കുറേ എന്നെ തന്നെ സെൽഫ് മോൾഡിങ് ഞാൻ ചെയ്തു. ഞാൻ കുറേ കാര്യങ്ങളിൽ ഞാൻ മാറ്റേണ്ടതായിട്ട് വന്നു. പബ്ലിക് സ്പീക്കിംഗ് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റോടു കൂടി ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ ആ ഒരു ഫിയർ മാറ്റി ഞാൻ മുന്നിലേക്ക് വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വഴി ഞാൻ എൻ്റെ സ്ട്രഗിൾ വഴിയാണ് ഇത് എൻ്റെ പാഷൻ ആയത്, അല്ലാതെ ഒറ്റയടിക്ക് പൊട്ടി മുളച്ചതൊന്നുമല്ല. അപ്പം
എൻ്റെ സ്ട്രഗിൾസ് തന്നെയാണ്, അത് തന്നെയാണ് എന്നെ പാഷൻ ആക്കിയതും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഫ്രഷേഴ്സ് മെയിൻലി നിങ്ങൾ പലരും ബ്ലാങ്ക് ആയിട്ട് എന്ത് ചെയ്യണം, ഏത് അപ്സ്കില്ലിംഗ് ഒക്കെ എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കാണും. നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പം ആ ഒരു രീതിയിൽ വേണം ചൂസ് ചെയ്യാനായിട്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അങ്ങനത്തെ രീതിയിലുള്ള ഒരു സെഗ്മെന്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം വെൻ കംസ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഏതൊരു സബ് ഡിവിഷൻ ആയാലും അതിന്റെ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് ഈവൻ അതൊരു പ്രോബ്ലമായി മാറിയാലും അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ആ ഒരു സെഗ്മെന്റിലേക്ക് നിങ്ങൾ ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പാഷൻ ഉണ്ടാകണം. പാഷൻ ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി, റൈറ്റ്? നിങ്ങൾക്ക് ആ ഒരു സെഗ്മെന്റിൽ പാഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാര്യം പാഷൻ ഉള്ള ആള് ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പം എനിക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി, ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാലും എന്നെ മോൾഡ് ചെയ്തെടുത്തയാണ് എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, അത് മാത്രം മതി, അങ്ങനെയല്ല അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. സോ വൺസ് പാഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ആ ഒരു നിഷിലേക്ക് ഇറങ്ങുന്നത്, അല്ലേ? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിന്റെ കാര്യം പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ആ സ്ട്രഗിൾസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ കമ്പനിക്ക് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ ഈ ഫ്രെയിം വർക്കിനെ ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് പാഷൻ ഉണ്ടായിരിക്കണം, പിന്നീട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് പ്രോഫിറ്റ്. ഓക്കെ, സോ പാഷൻ, പ്രോബ്ലം, പ്രോഫിറ്റ്, ഇത് മൂന്നുമാണ് ഫ്രെയിം വർക്കിൽ വരുന്നത്. ഈ പ്രോഫിറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൺസ് പ്രോബ്ലം സോൾവ് ആയാൽ മാത്രമേ കസ്റ്റമേഴ്സ് പേ ചെയ്യത്തുള്ളൂ. കസ്റ്റമർ എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ സർവീസ് പർച്ചേസ് ചെയ്തു, പർച്ചേസ് ചെയ്താൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ, അല്ലേ? സോ ഈ മൂന്ന് കാര്യങ്ങളും കൂടി വരുന്നതിനെയാണ് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, മാർക്കറ്റിംഗിൽ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഫ്രെയിം വർക്കും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ്. അതായത് ഏതൊക്കെയാണ്? അതായത് പാഷൻ, പ്രോബ്ലം ആൻഡ് പ്രോഫിറ്റ്, ഇത് മൂന്നും കൂടി ചേരുന്നതിനെയാണ് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ സ്വീറ്റ് സ്പോട്ട് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബിസിനസ് തുടങ്ങാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവർക്കും പാഷൻസ് ഉണ്ട്, അല്ലേ? സോ നിങ്ങളുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്യുക. വൺസ് പാഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ സ്ട്രഗിൾ എന്താണെന്ന് മനസ്സിലാക്കുക. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റിനെ പറ്റി ചിന്തിക്കുക. ഈ പ്രോബ്ലം ഞാൻ പരിഹരിച്ചു കൊടുത്തു, കസ്റ്റമേഴ്സ് എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനെല്ലാം ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ നിഷ് കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ബിസിനസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഇനി വരുന്നതാണ് ഈ നിഷസിലേക്ക് വരുമ്പോഴത്തേക്ക് വൈഡ് വെറൈറ്റി ഓഫ് നിഷസ് വരുന്നുണ്ട്, അല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ യോഗ ക്ലാസ്സുകൾ, എഡ്യൂക്കേഷൻ, അങ്ങനെയല്ല, ഒരുപാട് നിഷുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു 5 നിഷുകൾ ഞാൻ പറയാം. ഒന്ന് നോളജ് നിഷാണ്. അതായത് ഇപ്പം ഏതെങ്കിലും നമ്മുടെ ഇതൊരു നോളജ് നിഷാണ്, അല്ലേ? അതായത് എന്താണ്? ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ കോഴ്സുകൾ സെല് ചെയ്യുക ഇൻ ദ സെൻസ് ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നോളജ് നിഷ് കൊണ്ടുവരുന്നത്. ഇപ്പം നോളജ് നിഷിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇപ്പം വെസ്കൂൾ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്, അല്ലേ? അതുപോലെ തന്നെ ഐലറ്റ്സ്, അതുപോലെ തന്നെ പല അപ്സ്കില്ലിംഗ് കോഴ്സസുകൾ ഒരുപാട് വരുന്നുണ്ട്. ട്യൂഷൻസ്, എൻട്രൻസ് കോച്ചിങ്സ്, അങ്ങനെ പലത് വരുന്നുണ്ട്. ഇതെല്ലാം ഓരോ സെഗ്മെന്റുകളാണ്, അല്ലേ? ഇപ്പം അപ്സ്കില്ലിങ്ങിനുള്ള ആളായിരിക്കത്തില്ല ട്യൂഷൻസിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന ഓഡിയൻസിന് ഡിഫറെൻ്റ് ആണ്, അവിടെ വരുന്ന പ്രോബ്ലംസും ഡിഫറെൻ്റ് ആണ്, അല്ലേ? അവിടെ വരുന്ന പേ വാല്യൂവിലും ഡിഫറൻസ് വരുന്നുണ്ട്, അല്ലേ? സോ എല്ലാ പ്രോഡക്ട്സും ഒരു ഇതിൽ വരുത്താൻ പറ്റില്ല. എല്ലാവരുടെയും പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്. അവരുടെ പെയിൻ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി വേണം എപ്പോഴും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നോളജ് ലിസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പല സെഗ്മെന്റുകൾ വരുന്നുണ്ട്. ലാംഗ്വേജ്, അപ്സ്കില്ലിങ്, ഈ പറഞ്ഞ എൻട്രൻസ്, ഇതെല്ലാം വരുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം നിഷാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് ഇപ്പം ഞാൻ ഐലറ്റ്സ് എഴുതി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എത്ര സ്കോർ വേണം? ഇപ്പം 7+ സ്കോർ എങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? ഈ പറഞ്ഞിട്ടുള്ള എക്സാംസ് എഴുതി 7+ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുറം രാജ്യത്ത് എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റൂ. അവിടെ മാൻഡേറ്ററി ആണ് ഐലറ്റ്സ്, അല്ലേ? സോ എനിക്ക് എന്ത് വേണം? അപ്പം അവിടെ എനിക്ക് എന്താണ്? എനിക്ക് വേണ്ടുന്ന എന്താണ്? ഇത് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലേ? അപ്പം എനിക്ക് വേണ്ടുന്നത്, ഞാൻ
പേ ചെയ്യാൻ റെഡിയാണ്, ഞാൻ പൈസ മുടക്കി പഠിക്കാൻ റെഡിയാണ്. എന്തില്? ഈ പറഞ്ഞിട്ടുള്ള കോഴ്സെല്ലാം. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പ്രശ്നം എന്താണ് ഇവിടെ? എനിക്ക് നല്ല കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം. എനിക്ക് അറ്റ്ലീസ്റ്റ് 7 അല്ലെങ്കിൽ 8+ എങ്കിലും സ്കോർ ഉണ്ടായിരിക്കണം. ഇതാണ് എൻ്റെ പ്രോബ്ലം. ആ പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സോൾവ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ചിലപ്പോൾ 8 അല്ലെങ്കിൽ 9 അത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അവരെ അത്രയും പെർഫെക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. സോ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ സ്വീറ്റ് സ്പോട്ട് ഫ്രെയിം വർക്കിലേക്ക് വരികയാണ്, ഞാൻ അത് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോഴാണ് അടുത്ത ചോദ്യം, ഇത് കസ്റ്റമർ പേ ചെയ്യുമോ? എൻ്റെ നീഡ് എന്താണ്? എനിക്ക് പുറം രാജ്യങ്ങളിൽ പോകണം. അവിടെ എനിക്ക് എന്താ വേണ്ടുന്നത്? ഈ കോഴ്സിന് എനിക്ക് ഇത്ര % മാർക്ക് വേണം, അല്ലെങ്കിൽ ഇത്രയും ഇത് വേണം, ഗ്രേഡ് വേണം. അപ്പം അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് പേ ചെയ്യാൻ. ഞാൻ കോഴ്സിന് പൈസ മുടക്കാൻ റെഡിയാണ്. അപ്പൊ കസ്റ്റമർ എന്താണ്? ആ കോഴ്സിന് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പൊ നിങ്ങളുടെ രണ്ടാമത്തെ പ്രോഫിറ്റും റെഡിയായി അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നോളജ് നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോളജ് നിഷ് മാത്രമല്ല, നമുക്ക് പ്രോഡക്റ്റ് നിഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസ് നിഷ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി നിഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോണ്ടന്റ് നിഷും വരുന്നുണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി നിഷിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പല വെബിനാറുകൾ, അതുപോലെ കുഞ്ഞു മൈക്രോ കോഴ്സസുകളൊക്കെ ഈ കമ്മ്യൂണിറ്റീസ് വഴി വിൽക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള വെബിനാറുകൾ, ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിലേക്ക് ആളുകൾ കയറും. അവർക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള രീതികൾ, കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന പല തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയാസും അതുപോലെ വാട്സപ്പിലൊക്കെ കാണാറുണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ പ്രോഡക്ട്സിന് നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. സോ നിഷ് ഈ പറഞ്ഞ കണക്ക് പല വിധങ്ങളാണ്. അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ 2 ഫ്രെയിം വർക്കിലും. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട്സും കാര്യങ്ങളും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം പിടിച്ചിട്ട് നിങ്ങൾ പഠിച്ച് പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ കുറേ സമയം പോകും. അപ്പൊ അത് നോക്കി വേണം. ഇപ്പൊ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ പാഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിഷിന്റെ വാലിഡേഷനെ പറ്റിയിട്ടാണ്. അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഉടനെ കയറി ഓക്കെ ഞാൻ എൻ്റെ ഡിഷ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു, ഓക്കെ ഞാൻ ഉടനെ തന്നെ ബിസിനസ് തുടങ്ങാൻ പോവാണ്. അങ്ങനെയല്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ വിലയിരുത്താനുണ്ട്. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് ശരിയാണോ, അത് ബിസിനസ്സിൽ പ്രോഫിറ്റ് കൊണ്ടുവരുമോ ഇല്ലയോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കാനുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ ഒരു 5 പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആ 5 പ്രോസസ്സ് എന്താന്ന് നമുക്ക് നോക്കിയാലോ. സോ ആദ്യത്തെ വരുന്ന നിഷ് വാലിഡേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് സെർച്ച് ഡിമാൻഡ് ചെക്ക്. സെർച്ച് ഡിമാൻഡ് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയാസ് പോലുള്ള പല പ്ലാറ്റ്ഫോമുകൾ, പല ടൂൾസുകളും നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബിസിനസ് കാറ്റഗറിയിൽ വരുന്ന ആ ഒരു സെഗ്മെന്റിന് സെർച്ച് വോളിയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം അവിടെ ആ ഒരു സെഗ്മെന്റ് ഓഫ് കീവേഡ്സ് സെർച്ച് ചെയ്യുന്ന വളരെ കുറച്ച് 500-20 പേരേ ഇല്ല. അതായത് ആ സെഗ്മെന്റ് ആളുകൾ സെർച്ച് ചെയ്യുന്നില്ല എന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1000 എങ്കിലും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആ ഒരു സെഗ്മെന്റിൽ ആളുകളുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റൂ. അതുപോലെ തന്നെ ഗൂഗിൾ ട്രെൻഡ്സ് പോലുള്ള ടൂൾസ് നിങ്ങൾ നോക്കുക, സെംറഷ് നോക്കുക. ഈ ടൂൾസുകളെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ നോക്കുക ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടോ, സെർച്ച് വോളിയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ്സ് പോലുള്ള പ്ലാറ്റ്ഫോംസും നിങ്ങൾ നോക്കണം കേട്ടോ. യൂട്യൂബ്സിൽ പോവുക, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ വീഡിയോസ് നോക്കുക, അതിന് അണ്ടറിൽ എങ്ങനെയാണ് ആളുകൾ കമന്റുകളൊക്കെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സോ സെക്കൻഡ് പ്രോസസ്സിലേക്ക് പോകുമ്പം കോമ്പറ്റീറ്റർ റിസർച്ച്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ പ്രോസസ്സ് ഒന്ന് പറയാം. ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് സെർച്ച് ഡിമാൻഡ് ചെക്ക്,
സെക്കൻഡ് പ്രോസസ്സ് കോമ്പറ്റീറ്റർ റിസർച്ച്, തേർഡ് കമ്മ്യൂണിറ്റി ലിസണിങ്, ഫോർത്ത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇന്റർവ്യൂസ്, ഫിഫ്ത്ത് MVP ടെസ്റ്റ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, നമ്മൾ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിലെന്ന് അറിയാനായിട്ട് നമ്മൾ സെർച്ചസ് ചെയ്യുക, ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് എങ്ങനെയാണ്, അവർ അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂട്യൂബ്സിലൊക്കെ പോയിട്ട് കമന്റ് സെഷനുകളൊക്കെ നോക്കുക. രണ്ടാമത്തേതാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്, അതായത് കോമ്പറ്റീറ്റർ റിസർച്ച്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് റിസർച്ച് ചെയ്യുക, അതായത് അവരുടെ റിവ്യൂസ് ചെക്ക് ചെയ്യുക, അവർ കംപ്ലൈൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കോമ്പറ്റീറ്റർ റിസർച്ചിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ്. അവരത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിങ്ങൾ നിൽക്കണം അല്ലേ, അതാണ് വേണ്ടുന്നത്, എന്നാലേ ബിസിനസ് കിട്ടത്തോളൂ. സോ അതെല്ലാം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. മൂന്നാമത്തേതാണ് കമ്മ്യൂണിറ്റി ലിസണിങ്, അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റീസ്, ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, റെഡിറ്റ് പോലുള്ള ഒരുപാട്, ആൻസർ ദ പബ്ലിക് പോലുള്ള പല പ്ലാറ്റ്ഫോമുകളിലും കസ്റ്റമേഴ്സ് ആ ഒരു നിഷിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് അവരുടെ പ്രോബ്ലംസ് അവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ആ അനലൈസ് ചെയ്താൽ മാത്രം പോരാ, അതിന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ കമ്മ്യൂണിറ്റി ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ഫോർത്ത് സ്റ്റെപ്പാണ് ഡയറക്റ്റ് ഇന്റർവ്യൂസ്. അതായത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മുതൽ 15 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾ കസ്റ്റമേഴ്സിനെ റിവ്യൂ ചെയ്യുക, അവർക്ക് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ നിഷിനെ പറ്റി സംസാരിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക, അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എന്താണ് നിങ്ങളുടെ ആ ഒരു സെഗ്മെന്റ് ഓഫ് നിഷിനോടുള്ളതെന്ന് അറിയാനായിട്ട് പറ്റൂ. എന്നാലേ അവർ പർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ അനുസരിച്ച് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ലാസ്റ്റ് വണ്ണാണ് MVP ടെസ്റ്റ്. അതായത് നമ്മൾ ഡയറക്റ്റ് ഇതിനെല്ലാം നല്ല സൊല്യൂഷൻസ് ആയി, കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നതായി, ലാസ്റ്റ് സ്റ്റേജ് ഉടനെ കയറി മാനുഫാക്ചർ ചെയ്ത് ഒരു കോടി പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയല്ല ചെയ്യേണ്ടത്. ചെറിയ സാമ്പിൾസ് നമ്മൾ ഉണ്ടാക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക. ടെസ്റ്റിംഗ് പീരീഡ് ആണ്. സാമ്പിൾസ് ഈ പറഞ്ഞിട്ടുള്ള സാമ്പിൾസ് നമ്മൾ ചെയ്തതിന് ശേഷം ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുക. ഇത് ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കുക. ഈവൻ സർവീസ് ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സെഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. വൺസ് കസ്റ്റമേഴ്സിന് അത് വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ അവർക്കത് പർച്ചേസ് ചെയ്യുന്ന അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഹിറ്റാണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിഷിനെ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മളുടെ പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആകുമോ മാർക്കറ്റിൽ ഇല്ലയോ എന്നുള്ളത്, പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് വാലിഡേഷനിൽ അറിയാനായിട്ട് പറ്റും. സോ ഈ സ്റ്റെപ്സ് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. അല്ലാതെ ഉടനെ ചാടി കയറി തുടങ്ങുകയല്ല. വൺസ് നിഷ് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റുകൾ? ഒരു കാര്യം കൂടി, ഈ നിഷിനെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ബിസിനസ്സുകളും ഫെയിൽ ആവുന്ന ഇതുപോലുള്ള വാലിഡേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് വാലിഡേഷൻ എറർ വഴി നിങ്ങളുടെ ബിസിനസ്സിന് നഷ്ടം വരാതിരിക്കാൻ, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ വാലിഡേഷൻ ചെക്ക് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആണ്. ഇതൊരു ഫൗണ്ടേഷൻ ആണ്. എല്ലാ ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് കിട്ടാനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ലേ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ റൺ ആവും. എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഇൻക്രിമെന്റും കാര്യങ്ങളും എല്ലാം സ്റ്റാഫിന് കിട്ടത്തോളൂ. കമ്പനി മുതലാളിക്കും എന്ത് കിട്ടത്തോളൂ? ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് വഴി നല്ല പ്രോഫിറ്റ് കിട്ടത്തോളൂ അല്ലെ. എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെ. എന്നും പറഞ്ഞ് ബിസിനസ് തുടങ്ങിയ ഉടനെ തന്നെ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് വരും. അതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി അനാലിസിസിനെ പറ്റിയിട്ടാണ്. അപ്പൊ റവന്യൂസ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മളുടെ ബിസിനസ്സിൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് ചില ചെലവുകൾ, ചില കോസ്റ്റുകൾ ഫിക്സ്ഡ് ആണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് ചാർജ്, അത് മന്ത്ലി ഉള്ളതാണ്. റെന്റ്, അത് മന്ത്ലി ഉള്ള ചാർജ് ആണ്. ഇതൊക്കെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ റോ മെറ്റീരിയൽസ് ഒരു ബൾക്ക് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാച്ചസ് ആയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബാച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ അടുത്ത സെറ്റിലേക്ക് പോകും. അപ്പം ആ സമയത്തുള്ള റോ മെറ്റീരിയൽസ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന ചേഞ്ചസ് നടക്കുന്നതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓണർ ഈ രണ്ട് കോസ്റ്റും മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ നിഷിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റ് സൈസ്. ഓക്കെ, മാർക്കറ്റ് സൈസ് കൃത്യമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ആ ബിസിനസ്സിന്റെ അല്ലെങ്കിൽ ആ നിഷിന്റെ മാർക്കറ്റ് സൈസ് എത്രയാണെന്ന് അറിയണം അല്ലേ. അതായത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര പേര് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് പോകാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ 3 കാര്യങ്ങളാണ് മാർക്കറ്റ് സൈസിലേക്ക് വരുമ്പം വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ടാം അല്ലെങ്കിൽ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് എന്ന് പറയും. രണ്ടാമത്തേതാണ് സാം, അതായത് സർവീസ് അവൈലബിൾ മാർക്കറ്റ് എന്ന് പറയും. മൂന്നാമത്തത് സോം, അതായത് സർവീസബിൾ ഒപ്റ്റൈനബിൾ മാർക്കറ്റ് എന്ന് പറയും. ടാം എന്ന് പറയുമ്പം നമ്മുടെ കംപ്ലീറ്റ് ഒന്നുകിൽ നമുക്ക് വേൾഡ് എടുക്കാം അല്ലെങ്കിൽ ഇന്ത്യ എടുക്കാം. ഇവിടെ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ നിഷിലേക്ക് വരുമ്പോഴത്തേക്ക് ടോട്ടൽ സൈസിനെയാണ് ഈ പറയുന്ന ടാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. സാം അല്ലെങ്കിൽ സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞിട്ടുള്ള 50 മില്യൺ അല്ലെങ്കിൽ 50 ബില്യൺ പൊട്ടൻഷ്യൽ ലിസണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അവരെല്ലാവരും ഇപ്പം ഇന്ത്യ മൊത്തത്തിലുള്ള എല്ലാ ആളുകളും എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നല്ലേ, അവിടുന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് പ്രോസസ്സ് വരുന്നത് അല്ലേ. അപ്പൊ സാമിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അതായത് എൻ്റെ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി പർച്ചേസ് ചെയ്യാൻ ആയിട്ടുള്ള ആളുകളെയാണ് സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോമിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ്. ഇവിടെ ഒരിക്കലും ആദ്യത്തെ ഇതിൽ തന്നെ പർച്ചേസിങ് എന്നുള്ള രീതിയിലല്ല, ആദ്യത്തെ 1 to 2 ഇയേഴ്സിൽ റിയലിസ്റ്റിക് ആയിട്ട് അതായത് എൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഈ പറഞ്ഞിട്ടുള്ള സോമിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 500 കുട്ടികൾ എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ളത് സോമിലാണ് വരുന്നത്. അതായത് സർവീസബിൾ ഒപ്റ്റൈനബിൾ മാർക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 മാർക്കറ്റിംഗ് സൈസും. ഞാൻ ഈ പറഞ്ഞ കണക്ക് മാർക്കറ്റിംഗ് സൈസ് ഇല്ലാതെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈസ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ നമുക്ക് ഉടനെ കയറി ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. ഇതെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുമ്പോഴാണ് മാർക്കറ്റിംഗ് സൈസിലേക്ക് വരുന്നത്. എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സൈസ് എല്ലാം ഞാൻ എടുക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ എത്ര, അതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എത്ര പേര് പർച്ചേസ് ചെയ്യും കഴിഞ്ഞ ഒരു 1 to 2 ഇയേഴ്സിനുള്ള അല്ലെ എത്ര പേര് ചെയ്തു എന്നൊക്കെയുള്ള അറിയുന്നതാണ് നമ്മൾ ടാമിലും സോമിലും സാമിലും പഠിച്ചത്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റുകൾ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്താണ് നിഷ് എന്ന് പറഞ്ഞു, നിഷിന്റെ കുറച്ച് പ്രോസസ്സുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഫ്രെയിം വർക്കിനെ പറ്റി പറഞ്ഞു, മാർക്കറ്റ് സൈസിനെ പറ്റി പറഞ്ഞു, ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്, ബ്രേക്ക് ഈവൻ. ഈ ബ്രേക്ക് ഈവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രേക്ക് ഈവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടവുമല്ല ലാഭവുമല്ല ഇതിനെ മധ്യത്തിൽ നിൽക്കുന്ന പ്രോസസ്സിനെയാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് പ്രോഫിറ്റും കിട്ടിയില്ല എന്നാൽ നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ഈവൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്ക് എന്ത് നടക്കുന്നത്, അവിടെ പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ക്യാൻറ്റീൻ തുടങ്ങുകയാണ്, ഓക്കെ, ഒരു ഊണിൻ്റെ. അപ്പോൾ അവിടെ എനിക്ക് കോസ്റ്റ് ഉണ്ട് അല്ലേ, ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? അവിടെ എനിക്ക് റെന്റ് കൊടുക്കണം, വേജസ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതെല്ലാം എൻ്റെ എന്താണ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അതെനിക്കൊരു മാസം 30,000 രൂപ എൻ്റെ ഫിക്സഡ് കോസ്റ്റ് ആകും എന്ന് വിചാരിച്ചു. ബാക്കി ചെലവുകളെല്ലാം കഴിയുമ്പോൾ ഒരു 30,000 രൂപ എൻ്റെ ഫിക്സഡ് കോസ്റ്റ് ആണ്. എല്ലാ മാസവും ഞാൻ നിർബന്ധമായും കൊടുക്കേണ്ട എൻ്റെ കോസ്റ്റ് ആണ്. ഇനി എൻ്റെ ഒരു മീലിന് ഒരു കസ്റ്റമർക്ക് ഞാനൊരു മീല് പ്രൊവൈഡ് ചെയ്യുന്നതിന് 50 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ബ്രേക്ക് ഈവനിലേക്ക് എത്താനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ഈവൻ എന്ന് പറയുമ്പോൾ എന്താണ്, നഷ്ടവുമല്ല ലാഭവുമല്ല അല്ലെ. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും ഇതിനെ, ഇക്വിലിബ്രിയം പോയിന്റ്. വൺസ് ഞാൻ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് കഴിയുമ്പോഴാണ് എനിക്ക് എന്ത് വരുന്നത്, അതായത് ഈ ഒരു ബ്രേക്ക് ഈവൻ കഴിഞ്ഞാലാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നത്. ബ്രേക്ക് ഈവന് താഴേക്ക് പോയാൽ എനിക്ക് നഷ്ടമായിരിക്കും വരുന്നത്. ബ്രേക്ക് ഈവന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതാണ് ബ്രേക്ക് ഈവൻ കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഫിക്സഡ് കോസ്റ്റ് 30,000 ആണ്, മന്ത്ലി എക്സ്പെൻസ് ആണ് അതെൻ്റെ. ഇനി ഒരു ഊണിന് 50 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എൻ്റെ ബ്രേക്ക് ഈവനിലേക്ക് ഞാൻ എത്തണമെങ്കിൽ, ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ 600 മീൽസ് ഞാൻ വിൽക്കണം. 600 മീൽസ് ഞാൻ വിൽക്കുമ്പോഴാണ് എനിക്ക് നഷ്ടവും ഇല്ല ലാഭവും ഇല്ലാതെ ഞാൻ ആ ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുന്നത്. ഇനി 601ാമത്തെ മീല് ഞാൻ വിൽക്കുമ്പോഴാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ മനസ്സിലായില്ലേ സംഭവം എന്താണെന്ന്? അപ്പൊ ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്.
അപ്പൊ ഞാൻ ആ ബ്രേക്ക് ഈവൻ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ? നമ്മുടെ ബിസിനസ് ഞാൻ വെറുതെ റൺ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? ഞാൻ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് മീറ്റ് ചെയ്താലേ എൻ്റെ ബിസിനസ്സിലേക്ക് പ്രോഫിറ്റ് വരൂ. എനിക്ക് എല്ലാ മാസവും എൻ്റെ ഫിക്സഡ് കോസ്റ്റുകൾ വരുന്നുണ്ടല്ലേ, ആ ഫിക്സഡ് കോസ്റ്റ് എനിക്ക് മീറ്റ് ചെയ്യണം. അത് ഞാൻ എന്ത് ചെയ്യണം? ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഞാൻ കടക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ ബ്രേക്ക് ഈവൻ പോയിന്റിലെങ്കിലും എത്തണ്ടേ അല്ലേ? ഞാൻ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കിട്ടുന്നതെല്ലാം പ്രോഫിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പ്രോപ്പറായിട്ട് സ്ട്രാറ്റജീസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റ് മനസ്സിലാക്കുക. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, ഫിക്സഡ് കോസ്റ്റ്, മാർക്കറ്റ് സൈസിനകത്ത് വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ കോസ്റ്റ്, ഇതൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര വരണം ബ്രേക്ക് ഈവനിലേക്ക് എത്താൻ, എപ്പോൾ തൊട്ടാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, അതിന് എത്ര ഞാൻ എന്താണ് ഓരോ പ്രോഡക്റ്റും ഞാൻ എത്ര രൂപയ്ക്ക് വിറ്റാലാണ് എനിക്ക് ആ ഒരു ബ്രേക്ക് ഈവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതെല്ലാം ഞാൻ കണക്കൂട്ടി വെക്കണം. എല്ലാ മുതലാളിമാരും ചെയ്യേണ്ട കാര്യമാണ്. ഞാനൊരു ഇതായിട്ട് പറഞ്ഞതാണ്, പക്ഷെ എന്നിരുന്നാലും അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ഇൻവെസ്റ്റേഴ്സും, ഈവൻ ഓരോ ബിസിനസ് ഓണേഴ്സും, ഞാൻ ഈ പറഞ്ഞ മുതലാളിമാര്, നിങ്ങൾ എല്ലാവരും എന്താണ് ഓരോ രൂപ ഇടുന്നതിനും നിങ്ങൾക്ക് കണക്കുണ്ട് അല്ലേ? ഈ കണക്കുകളിലേക്ക് വരുമ്പോൾ ഈവൻ എംപ്ലോയീസ് ആണെങ്കിൽ പോലും ഓരോ റുപ്പീസിനും കണക്കുണ്ട്. ആ റുപ്പീസ് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ബിസിനസ്സുകൾ തുടങ്ങുന്നത് അല്ലേ? ഈവൻ ലോൺ എടുത്തും അല്ലാതെയും കയ്യിലുണ്ടായിരുന്ന സേവിങ്സും എല്ലാം വിറ്റിട്ടൊക്കെയാണ് നമ്മൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിന്നീടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഒരിക്കലും തളരണ്ട. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള നിഷ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, മാർക്കറ്റ് സൈസ് നോക്കുക, ബ്രേക്ക് ഈവൻ പോയിന്റ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസ് എല്ലാം നടത്തിയതിന് ശേഷം നിങ്ങൾ പ്രോപ്പർ സ്ട്രാറ്റജീസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും സക്സസ്ഫുൾ ആയിരിക്കാം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓക്കെ, ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയ നോളജ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇനി പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി ചിന്തിച്ച് തുടങ്ങുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാളും കിടിലം ടോപ്പിക്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. See you there. Bye bye.